ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ്. പെർഫെക്റ്റ് ആയിട്ട് സ്പൈസിയും ക്രിസ്പിയുമായിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1/2 കിലോ ബോൺലെസ് ചിക്കൻ, 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് നല്ലതായിട്ട് വേവിച്ചെടുത്തതാണിത്. ഇതിനി മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇത് ഒരു ബൗളിലോട്ട് ഇട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് വേവിച്ച 2 മീഡിയം സൈസ് പൊട്ടറ്റോയാണ്. അത് നല്ലതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ നല്ലതായിട്ട് മാഷ് ചെയ്തതും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് വഴറ്റാനായിട്ട് 2 മീഡിയം സൈസ് സവാള, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക് എന്നിവയാണ്. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. സവാളയൊക്കെ പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ പൊടികൾ ഓരോന്നായിട്ട് നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം നല്ലതായിട്ട് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനും കൂടെ മസാലയിൽ നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല നല്ലതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. മസാലയിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ കട്ട്ലറ്റിൻ്റെ സൈഡെല്ലാം പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കി തുടങ്ങാം. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി കോട്ടിങ്ങിനായിട്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ച ബ്രെഡിന്റെ ക്രംസ് ആണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി ബ്രെഡ് ക്രംസിൽ ഈ മസാല ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് 1 മുട്ടയും 2 ടേബിൾ സ്പൂൺ മൈദമാവും കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുക്കണം. മുട്ടയും മൈദയും മിക്സ് ചെയ്യാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ എടുത്തത്. ഞാനിവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാല ചെറിയ ചെറിയ ബോളുകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനി കൈവെള്ളയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതിന്റെ സൈഡ്സ് എല്ലാം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് മുട്ടയുടെയും മൈദയുടെയും ബാറ്ററിലൊന്ന് ഇട്ടതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മസാല കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ കുറച്ച് ബ്രെഡിന്റെ ക്രംസ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ള ഫില്ലിങ്ങും ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാനിതെല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പാനിലേക്ക് കട്ട്ലറ്റ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ കട്ട്ലറ്റ് ഇട്ട് വറുത്ത് കോരുക. ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് അധിക നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ രുചികരമായിട്ടുള്ള കട്ട്ലറ്റ് തയ്യാറാക്കാവുന്നതാണ്.
ഈ കട്ട്ലറ്റ് മയനീസിന്റെ കൂടെയോ കെച്ചപ്പിന്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഇതുപോലുള്ള അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.